ഇത് മഞ്ഞപ്പുറം മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ ഗ്ലാമർ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊണ്ട് അതുമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചോട്ടെ. ബാക്കിലെ ബ്രേക്ക് ഷൂ നമുക്ക് തവണത്തോടെ ഉപയോഗിക്കാം. അടുത്ത സർവീസിന് കൂടുതൽ പ്രശ്നം കാണിക്കണമെങ്കിൽ മതി. തവണത്തോടെ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നമുക്കത് മാറ്റാറായിട്ടോ. എയർ ഫിൽറ്റർ നമുക്കത് മാറ്റണം. അതുപോലെ തന്നെ എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് ഒരുമിച്ചിട്ടാണ് മാറ്റേണ്ടത്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒന്ന് മാറ്റി റീസെറ്റ് ആക്കാം. അതുപോലെ എഞ്ചിൻ ഓയിൽ ആകെ എഞ്ചിനുള്ള ഓയിലാണിത്. ഇതിന് തീരെ ലെവൽ കുറവാണ് കേട്ടോ. പക്ഷേ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം എഞ്ചിനും നല്ല സൗണ്ട് വേരിയേഷനും ഉണ്ട്. അപ്പോൾ എഞ്ചിൻ സൗണ്ട് കാണിക്കുന്നത് എഞ്ചിൻ വർക്കിൻ്റെ ഒരു കംപ്ലയിൻ്റാണ്. അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു കംപ്ലയിൻ്റാണ്. ഒരു നല്ല ഒരു മുഴക്കം സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ട് റീസെറ്റ് ആക്കാം. എന്നാലും ഇടയ്ക്കൊന്ന് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് പോകണം കേട്ടോ. പിന്നെ അതുപോലെ ഒരു ആക്സിലേറ്റർ റൈസിങ്ങിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു. ആക്സിലേറ്റർ റൈസ് ആവുന്നത് ഈ കാർബറേറ്റർ തന്നെ ഈ ഒരു സ്ലൈഡർ കേട്ടോ. ഇത് കാർബറേറ്ററിൽ ടൈറ്റ് ആവുന്ന ഒരു കംപ്ലയിൻ്റാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് തൽക്കാലം ക്ലീൻ ചെയ്ത് നോക്കാം. വീണ്ടും റിപ്പീറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് കാർബറേറ്റർ മാറ്റി കഴിഞ്ഞാൽ അത് മാറും കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് റീസെറ്റ് ആക്കി നോക്കാം. അതേപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡിസ്ക് പാഡൊക്കെ നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി. അതേപോലെ ഒരു മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞു, മീറ്റർ ലൈറ്റിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞതാണ്. അത് ഡിജിറ്റൽ മീറ്ററാണ്. അത് നമുക്ക് വേറെ ബൾബോ കാര്യങ്ങളോ വേറെ പോയി കഴിഞ്ഞാൽ മാറ്റാനൊന്നുമില്ല. കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ മീറ്റർ മാറ്റി കളയാനേ മാർഗ്ഗമുള്ളൂ കേട്ടോ. അതിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റും. ബാക്കിയൊക്കെ ഫംഗ്ഷനൊക്കെ വർക്കിങ്ങാണ്. ലൈറ്റ് മാത്രം കെട്ടുന്നതേ ഉള്ളൂ. അതിന് വേണ്ടി ഇപ്പോൾ മീറ്റർ മാറ്റണമെന്നില്ല. മീറ്ററിൻ്റെ കംപ്ലയിൻ്റാണ് ആ ലൈറ്റ് കെട്ടായത്. അപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതുപോലെ വേറെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിലവിൽ സെൽഫ് വർക്കിംഗ് ആണ്. എന്നാലും നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 13 ആ റേഞ്ച് വോൾട്ട് കാണിക്കുന്നു. ആ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവിടെ കാണിക്കുന്നത്. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററിക്ക് വേറെ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ മെയിനായിട്ടൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് പൊല്യൂഷൻ ഇല്ല. പൊല്യൂഷൻ തീർന്ന് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗൊക്കെ മാറ്റില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ആ പൊല്യൂഷൻ കൂടി എടുക്കാം. നേരത്തെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. നമുക്ക് ഇപ്പോൾ ആ പൊല്യൂഷൻ കൂടി എടുത്ത് പാസ്സാക്കി തരാം. ഓക്കെ. അപ്പോൾ നിലവിൽ തന്നെ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. പിന്നെ ബാക്കിൽ ഈ കൗൺസൊക്കെ ഫുള്ളായിട്ട് പൊട്ടിക്കിടക്കുക. വേറൊന്നും ചെയ്യാനൊന്നും ഇല്ല. തൽക്കാലം എങ്ങനെയെങ്കിലും ഒട്ടിക്കാനും പിടിക്കാനൊക്കെ തൽക്കാലം പിടപ്പില്ലാത്ത രീതിയിലാക്കി തരാം. ഇത് മാറ്റിക്കളഞ്ഞാലാണ് ആ പിടപ്പ് മാറുന്നത്. ഓക്കെ. അപ്പോൾ ആ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം.